വെൽക്കം ടു എക്സ്പ്രസ് വിഷയൻ. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പഞ്ചാബിലൂടെയുള്ള യാത്രയിലാണ്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് തുടങ്ങി അജ്മീർ എത്തി. അജ്മീറിലെ അവിടുത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് പിന്നീട് കാശ്മീരിലേക്കുള്ള യാത്രക്കിടെ ഞങ്ങളൊരു ദിവസം പഞ്ചാബിൽ ചിലവഴിക്കുകയാണ്. ഈ യാത്ര ഏറെ ഹൃദ്യമാണ്. കാരണം അത്രയേറെ വിശാലമായ കൃഷിഭൂമിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പഞ്ചാബ് എന്ന പേര് തന്നെ 5 നദികളാണ്. അതുകൊണ്ട് സത്ലജ്, രവി, ബിയാസ്, സലം, ചിനാബ് തുടങ്ങി 5 നദികളുടെ സംഗമ കേന്ദ്രമാണ് പഞ്ചാബ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിഭൂമി അനുയോജ്യമാണ്. 80% ഇവിടെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. 1 ജാലിയൻ വാലാ ബാഗ്, 2 സുവർണക്ഷേത്രം, 3 വാഗ ബോർഡർ. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമുള്ള കാശ്മീരിനോടും രാജസ്ഥാനും ഹിമാചൽ പ്രദേശും ഹരിയാനയൊക്കെ അതിർത്തി പങ്കിടുന്ന, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മളിവിടെ ഇറങ്ങി വളരെ കുറച്ച് ദൂരം യാത്ര ചെയ്താൽ തന്നെ നമുക്ക് ഈ സുവർണക്ഷേത്രത്തിനടുത്തെത്താം. ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ജാലിയൻ വാലാ ബാഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെയേറെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും ദാരുണമായ രക്തരൂഷിതമായ ഒരു കൂട്ടക്കൊല നടന്ന ഒരു സ്ഥലമാണ് ജാലിയൻ വാലാ ബാഗ്. ഈ സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന് തന്നെ അന്ത്യം കുറിക്കാനുള്ള കാരണങ്ങളിലൊന്നായി കരുതപ്പെടുന്നു. ഇത് ഒരു മൈതാനമാണ്. ജാലിയൻ വാലാ ബാഗ് എന്ന് പറയുന്നത് ഒരു വലിയ മൈതാനവും അതിന് ചുറ്റും മതിലുണ്ട്. കടന്നു ചെല്ലാൻ ഇടുങ്ങിയ വഴികൾ മാത്രമേ ഉള്ളൂ. 1919 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ റൗലറ്റ് ആക്ട് എന്ന കരിനിയമം, ആ നിയമത്തിൽ ആരെയും വിചാരണ കൂടാതെ തടവിലിടാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. ആ നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം അലയടിച്ചു. അതിൻ്റെ ഭാഗമായി പഞ്ചാബിലും ഇതിനെതിരെ പ്രതിഷേധം രൂപപ്പെട്ടു. ഇവിടെയുള്ള ധാരാളം പേർ ഇതിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 1919 മാർച്ച് 10 ഇവിടെ ഹർത്താൽ ആചരിച്ചു. പിന്നെ ഏപ്രിൽ 13 ഇവിടെ വൈശാഖി ദിനം ആഘോഷങ്ങൾക്കിടെ ഈ മൈതാനത്ത് ഒരുപാട് പേർ ഒരുമിച്ച് കൂടുകയാണ്. അവർ സമാധാനപരമായി ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ നിരായുധരായിരുന്നു. യാതൊരു ഇതില്ല, സമാധാനപരമായിരുന്നു. അങ്ങനെ ആ സമാധാനപരമായി ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിക്കുന്നത് അറിഞ്ഞ അന്നത്തെ ബ്രിഗേഡിയർ ജനറൽ ഡയർ, അദ്ദേഹം ഒരു പറ്റം പട്ടാളക്കാരുമായി ആ മൈതാനത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അദ്ദേഹം ഈ ജനക്കൂട്ടത്തിന് നേരെ, അതിന് വെടിവെക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. അത് ചരിത്രപരമായി ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ അദ്ദേഹം കടന്നു ചെല്ലുന്ന യാതൊരു പ്രകോപനവുമില്ലാതെ ആ നിരായുധരായ ആ ജനതയ്ക്ക് നേരെ 1650 തവണ വെടിവെക്കുകയാണ്. ആ വെടിവെപ്പിൽ 1000-ലേറെ പേർ മരിക്കുകയും അതിലധികം പേർ പരിക്കേൽക്കുകയും ചെയ്തു. ആ ദാരുണമായ സംഭവത്തെ ദൃശ്യാവിഷ്കാരം കൊണ്ട് ധന്യമാക്കിയിരിക്കുകയാണ് ഈ ചെറിയ ഓഡിറ്റോറിയങ്ങളിലൂടെ. ഇവിടെയെല്ലാം നമുക്ക് ആ ഓർമ്മകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് അത്യാധുനികമായ ലേസറുണ്ട്, വീഡിയോ സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല സംവിധാനങ്ങളും അതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ പോയാൽ നമുക്കതിനെയൊക്കെ വീണ്ടും ഓർത്തെടുക്കാനും ആ ചരിത്രത്തെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാനും ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ആ മ്യൂസിയങ്ങൾ പോലെ തന്നെ സംവിധാനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്തായാലും അവിടെ ഒരുപാട് കാണാനുണ്ട്, വളരെ സമയം ചെലവഴിക്കാനുണ്ട്. നല്ല ഡിജിറ്റൽ സംവിധാനങ്ങളാണ് പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ ആ ചരിത്ര സംഭവങ്ങളെ ഓർത്തെടുക്കാൻ നമുക്ക് സഹായിക്കും വിധം അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സംഭവങ്ങൾ ഡയർ വന്ന് വെടിവെക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു കിണർ,
ആ കിണറ്റിലേക്ക് ഈ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി ധാരാളം പേർ അതിലേക്ക് എടുത്തു ചാടുകയുണ്ടായി. ആ കിണറ്റിൽ വെള്ളമെടുത്തുകൊണ്ടിരുന്ന ഉദ്ധം സിംഗ് എന്ന ഒരു കൊച്ചു ബാലൻ, അദ്ദേഹം പരിക്കേൽക്കുകയുണ്ടായി. പിന്നീട് ആ ഉദ്ധം സിംഗ് ബ്രിട്ടനിൽ ചെന്ന് ഈ ജനറൽ ഡയറിനെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നുണ്ട്. ഏതാണ്ട് 21 വർഷങ്ങൾക്ക് ശേഷമാണ് ആ സംഭവം നടന്നത്. ഭാരതത്തിൻ്റെ വീരപുത്രനായി ഇന്നും ആ ഉദ്ധം സിംഗ് അറിയപ്പെടുന്നു. അതൊക്കെ നമുക്ക് ഈ ജാലിയൻവാലാബാഗ് മൈതാനത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ കിണറാണ് കാണുന്നത്. ഇതിലാണ് രക്ഷപ്പെടാനായി പ്രാണരക്ഷാർത്ഥം ഒരുപാട് പേർ ചാടിയത്. ആ കിണറിനടുത്ത് തന്നെ ധാരാളം ഈ വെടിവെച്ച സ്ഥലങ്ങൾ ഇന്നും മാർക്ക് ചെയ്യപ്പെട്ട് ആ കെട്ടിടത്തെ നിലനിർത്തിയിട്ട് സംരക്ഷിച്ചു പോരുന്നുണ്ട്, ഓർമ്മകളെ അനശ്വരമാക്കിക്കൊണ്ട്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്നത്തെ അധിനിവേശ ശക്തിയായ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ജീവൻ നൽകിയാണ് അവരെ ഇവിടെ നിന്ന് പുറത്താക്കിയത്, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ കാരണമാക്കിയത്. അതുകൊണ്ട് തന്നെ അവരെ അത്യാദരപൂർവം ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടി ഇവിടെ സ്തൂപങ്ങളും അതിനോടനുബന്ധിച്ച രക്തസാക്ഷി സ്തൂപവും അതുപോലെ തന്നെ ചുറ്റും ഫൗണ്ടനുകളും ഒക്കെ കൊണ്ട് വളരെ വിപുലമായി തന്നെ ഓർമ്മകളായി അവർക്കാവുന്ന വിധത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. ആ രക്തസാക്ഷികളെ ആദരിക്കുന്ന വിധത്തിൽ തന്നെ ധാരാളം സംവിധാനങ്ങളാക്കിയിട്ടുണ്ട്. അതിന് പല അപവാദങ്ങൾ പറയുന്നുണ്ടെങ്കിലും, തനിമ നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, എന്നാലും വരുന്നവർക്ക് വളരെ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും സമാധാനപരമായി, മാനസികമായി, ശാരീരികമായി, ആത്മീയമായി നമുക്കിതിൽ ഇഴകിച്ചേരാനും വിധത്തിൽ വളരെ ഒരു മനോഹരമായ അന്തരീക്ഷം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ പിന്നീട് പോകാനുള്ളത്, പുറത്ത് കടന്നാൽ പിന്നീട് നമുക്ക് പോകാനുള്ളത് സുവർണക്ഷേത്രത്തിലേക്കാണ്. 1588 81 തറക്കല്ല് ഇടുന്നത്. അന്നത്തെ ഗുരുവായിരുന്ന ഗുരു അർജുൻ ദേവ്ജിയുടെ സുഹൃത്തായ സൂഫിവര്യൻ മിയാൻമിർ എന്ന മഹാനാണ് ഇതിന് തറക്കല്ലിടുന്നത്. പിന്നീട് പലതവണ ആക്രമണങ്ങൾക്കും മറ്റൊക്കെ വിധേയമായിട്ടുണ്ടെങ്കിലും അത് പിന്നീട് പുനർനിർമ്മിക്കപ്പെടുകയാണ് ഉണ്ടായത്. വളരെ മനോഹരമായി വൃത്തിയും വെടുപ്പുമൊക്കെ ഉള്ള വിശാലമായ ഒരു കോമ്പൗണ്ട് തന്നെയാണ്. മാർബിളുകളാൽ സമ്പന്നമായ വിശാലമായ ഒരു കോമ്പൗണ്ട് തന്നെയാണിത്. നാനാജാതി മതസ്ഥർ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസവും ദിനം പ്രതി വന്ന് സന്ദർശിച്ച് മടങ്ങുന്നു. ഇവിടെ ഒരു സമൂഹ അടുക്കളയുണ്ട്. ഇവിടെ വരുന്ന ആരും ഒരു നേരം പോലും പട്ടിണി കിടക്കാത്ത വിധത്തിൽ ഇവിടെ അന്നദാനങ്ങൾ നടത്തപ്പെടുന്നു. അതിലെല്ലാവരും സ്വയം സന്നദ്ധരായ ഒരുപാട് പേർ ഇവിടെ വന്ന് അതിൽ സേവനം ചെയ്ത് അവർ ആത്മസായുജ്യം അടയുന്നു. ഈ സുവർണക്ഷേത്രം 1830 സ്വർണം കൊണ്ട് പൊതിയുന്നത്. അതിനുശേഷമാണ് ഇത് സുവർണക്ഷേത്രമായി അറിയപ്പെടുന്നത്. ഈ ശ്രീകോവിലാണ് കുളമുണ്ട്. അതിന് ചുറ്റും വലം വെക്കാനുള്ള സംവിധാനമുണ്ട്. അതിനുശേഷം നമ്മൾ പോകുന്നത് വാഗാ ബോർഡറിലേക്കാണ്. വാഗാ ബോർഡറിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്ന വലിയ ഉയരത്തിൽ നിൽക്കുന്ന പതാകകളാണ്. അത് BSFൻ്റെയും ഇന്ത്യയുടെയൊക്കെ പതാക നമുക്കവിടെ കാണാം. ഇത് നമുക്ക് വലിയൊരു അനുഭവം തന്നെയായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഇതിൻ്റെ പ്രത്യേകത, ഇവിടെ 1986 മുതലാണ് ഇവിടെ ഇതിൻ്റെ ഈ സെർമണി നടക്കുന്നത്. സൂര്യാസ്തമയത്ത് നടക്കുന്ന ഈ ആഘോഷം
आप सभी उपस्थित गणमान्य व्यक्तियों का बीएसएफ की तरफ से रिट्रीट सेरेमनी परेड पर एक बार पुनः स्वागत है। 25 मिनट के इस आयोजन में भारतीय बीएसएफ के जवान एवं पाकिस्तान वीरेंद्र के जवान एक ही समय में अपने अपने राष्ट्रीय ध्वज को से सम्मान करते हैं।
दर्शक जो वर्दी में है उनसे निवेदन है कि इनके राष्ट्रीय ध्वज को सैल्यूट दे। जिंदाबाद जिंदाबाद। ତମେ ଆଗରେ ରହିବ ଦିନ ମଝିରେ ମୁଁ ପଛରେ ରହିବ ଏଇଭଳିଆ ନେଇକି ଯିବ ନା ଯୋଡ଼ା ବଢ଼ିଆ ହେଇଛି କ୍ଲାରିଟି ହେଉଛି ବୁଝିପାରୁଛି ମୁଁ ଏମିତି ମାରୁଛି ଗାଁରେ ତୁ କହିକି ଭାଙ୍ଗିଦେଲେ ପାଣି ତମର କେତେ Thank you for watching.